ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോഴ് കുറച്ച് മക്രോണിയും പിന്നെ ഒരു 2 മുട്ടയും വെച്ച് കുക്കറിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ് കാണിക്കുന്നത്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അതിന് മുന്നേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലേ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടോടെ ചെയ്തേക്കണേ. ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു കുക്കർ ഒന്ന് എടുത്ത് അടുപ്പത്തേക്ക് വെച്ചിട്ട് അതൊന്ന് ചൂടായി വരുമ്പോഴേക്കും അത്യാവശ്യം ഒരു വലിയ പീസ് ബട്ടർ ഞാനൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ടേ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ബട്ടർ ഇല്ലെങ്കിൽ ഓയിലിൽ ഉണ്ടാക്കാം. അപ്പോൾ ഈ ഓയിലിനേക്കാൾ കുറച്ചും കൂടെ ഹെൽത്തി ആണല്ലോ എന്ന് കരുതിയിട്ട് ബട്ടർ ചേർത്തിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ എടുക്കാം. ബട്ടർ ഇങ്ങനെ ഒന്ന് മെൽറ്റാക്കി എടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് ചെറുതായിട്ട് അരഞ്ഞ ഒരു സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവാള ചെറുതായതുകൊണ്ടാണ് ഒരെണ്ണം എടുത്തത്. വലുതാണെങ്കിൽ ഒരു ഹാഫ് പോർഷനൊക്കെ എടുത്താൽ മതി. ഇനി ഇത് നമുക്ക് നന്നായിട്ട് ഒന്നങ്ങ് വഴറ്റിയെടുക്കാം. ഒരുപാട് നിറമൊന്നും മാറ്റണ്ട, ജസ്റ്റ് ഒന്നങ്ങ് ട്രാൻസ്പെറൻ്റ് ആയിട്ട് വന്നാൽ മാത്രം മതി. പ്രത്യേകിച്ച് നമ്മൾ കുക്കറിൽ ഉണ്ടാക്കുന്നതുകൊണ്ട് ഒരുപാട് നേരിട്ട് വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പം ദാണ്ട് അത്യാവശ്യം ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ജസ്റ്റ് 1 മിനിറ്റ് ഒന്ന് വഴറ്റിയിട്ടേ ഉള്ളൂ. അപ്പോൾ ഈ സമയമൊക്കെ ആകുമ്പോഴേക്കും ഞാനിതിലേക്ക് 1 ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി അതിൻ്റെ പച്ചമണം മാറുന്നവരെയും ഒന്നങ്ങ് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ ദാണ്ട് നമ്മൾ ചേർത്ത ഇഞ്ചി വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കാം. ചെറുതായതുകൊണ്ടാണ് ഒരെണ്ണം ചേർത്തത്. വലുതാണെങ്കിൽ ഒരു പകുതി ഭാഗം മാത്രം എടുത്താൽ മതി. ഇനി ഒരു ചെറിയ ഭാഗം ക്യാപ്സിക്കവും കൂടെ ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഇത് കയ്യിലുണ്ടെങ്കിൽ ചേർത്താൽ മതി. എൻ്റെ കയ്യിൽ കുറച്ചുള്ളത് കൊണ്ട് ഞാൻ ചേർത്തതാണ്. അപ്പോൾ ഇത് നന്നായിട്ട് ഒന്നങ്ങ് മിക്സാക്കി എടുക്കാം. തക്കാളിയൊക്കെ ചെറുതായിട്ട് ഒന്നങ്ങ് വെന്ത് വരണം, അത്രയും മതി. ഒരുപാട് അങ്ങ് വെന്ത് കുഴഞ്ഞ് വരുന്ന പാകമൊന്നും എത്തണ്ട. ഇപ്പോൾ ദാണ്ട് തക്കാളി അത്യാവശ്യം നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയമൊക്കെ ആകുമ്പോഴേക്കും ഇതിലേക്ക് അധികം പൊടികളൊന്നും ചേർക്കുന്നില്ല, എങ്കിലും ഒരു പൊടി മാത്രം നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 2 ടീസ്പൂണൊക്കെ ചിക്കൻ മസാല. വേറെ പൊടികളൊന്നും ഞാൻ ഇതിലേക്ക് ചേർക്കുന്നില്ല. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഈ സമയം അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഉപ്പ് ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ട് ഒന്നങ്ങ് വഴറ്റിയെടുക്കാം. ഈ മക്രോണിയൊക്കെ ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുമ്പോഴേ പെട്ടെന്ന് തന്നെ അവിടെ പണി കഴിയും കേട്ടോ. നേരത്തെ നമ്മൾ സാധാരണ മക്രോണി ഉണ്ടാക്കുന്ന പോലെ ആദ്യം ഫസ്റ്റ് മക്രോണി ഒന്ന് വേവിച്ചിട്ട് പിന്നെ മസാലയൊക്കെ ഉണ്ടാക്കി റെഡിയാക്കുന്നതിനേക്കാളും എത്രയോ എളുപ്പമാണെന്നറിയാം ഇങ്ങനെ ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റിയുമാണ്. പെട്ടെന്ന് പണി കഴിയും. വൈകിട്ടൊക്കെ കുട്ടികൾ സ്കൂൾ വിട്ട് വരുമ്പോഴൊക്കെ കൊടുക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ ദാണ്ട് പൊടിയുടെ ഒക്കെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയമാകുമ്പോഴേക്കേ നമുക്കിതിലേക്ക് മക്രോണി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 കപ്പോളം മക്രോണി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ മക്രോണിയൊക്കെ നിങ്ങളുടെ പാകത്തിന് ഇഷ്ടത്തിനനുസരിച്ചൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പം ഇതങ്ങോട്ട് ചേർത്ത് കൊടുത്തിട്ട് ഇനി ഈ മസാലയായിട്ട് ഇത് നന്നായിട്ട് ഒന്നങ്ങ് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. നന്നായിട്ട് ഒന്നങ്ങ് മിക്സാക്കി കൊടുക്കാം. ഇപ്പോൾ ദാണ്ട് നന്നായിട്ട് ഞാനൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 2 കപ്പ് മക്രോണി എടുത്തേക്കുന്നത് കൊണ്ട് തന്നെ 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നിങ്ങൾ എത്രയാണോ എടുക്കുന്നത് അത്രയും തന്നെ അളവിന് വെള്ളം ചേർത്താൽ മതി. ഇനി വീണ്ടും ഇത് നന്നായിട്ട് ഒന്നങ്ങ് മിക്സാക്കി എടുക്കാം. ഈ സമയം നോക്കിയിട്ട് ഉപ്പ് കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പം ഞാൻ ഉപ്പ് നോക്കുന്നുണ്ട്, എനിക്ക് കറക്റ്റ് പാകമാണ്. അപ്പോൾ ഇനി ഇതൊന്ന് ചെറുതായിട്ടൊന്നങ്ങ് തിളച്ച് വരട്ടെ. ഇപ്പോൾ ദാണ്ട് ഒന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഈ സമയമാകുമ്പോഴേക്കും ഇതിലേക്ക് 2 മുട്ടയും കൂടെ ഞാനൊന്ന് പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. അപ്പോൾ ഈ മുട്ടയ്ക്ക് മുകളിൽ ഒരല്പം ഉപ്പും കൂടെ വിതറിയാൽ നല്ലതായിരിക്കും. ഞാനത് വിതറുന്നത് കാണിക്കാൻ വിട്ടുപോയതാണ്. ഇനി നമുക്ക് ഈ കുക്കർ ഒന്ന് അടച്ചു വെച്ചിട്ട് പിന്നെ നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഒരു 3 വിസിലൊന്ന് കേട്ടാൽ മതിയാവുമേ. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു 3 വിസിലാകുമ്പോഴേക്കും ഇത് റെഡി ആയിട്ടുണ്ടാവും. ഇപ്പോൾ ദാണ്ട് ഒരു 3 വിസിലൊന്ന് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മക്രോണി ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ആ മുട്ടയൊന്നും ഒട്ടും തന്നെ പൊട്ടിപ്പോകാതെ അങ്ങനെ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ദാണ്ട കണ്ടോ, കറക്റ്റ് നമ്മൾ വെച്ച ഒട്ടും അടിക്കൊന്നും പിടിച്ചിട്ടില്ല. അല്ല, കറക്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. എൻ്റെ കുക്കറിൽ 3 വിസിലാണ് കേട്ടോ. അപ്പം നിങ്ങളുടെ ഓരോരുത്തരുടെയും കുക്കറിനനുസരിച്ച് വിസിലിൻ്റെ എണ്ണമൊക്കെ കൂടുകയും കുറയൊക്കെ ചെയ്യാം.
അപ്പോൾ അതാണ് ടേസ്റ്റി ആയിട്ടുള്ള മക്രോണി ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു വട്ടമെങ്കിലും മക്രോണി ഇങ്ങനെ ഒന്ന് ട്രൈ ആക്കി നോക്കിക്കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് നിങ്ങൾ ഇങ്ങനെ തന്നെ കുക്കറിൽ തന്നെ ആയിരിക്കും ട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇനി ചൂടോടെ തന്നെ ഇതങ്ങോട്ട് സെർവ് ചെയ്താലോ? അപ്പോൾ നിങ്ങൾ ഇതുവരെ ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇനി ഒരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.